രാവിലെ ഇരുന്നിട്ടിപ്പോൾ നല്ല തലവേദന, പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴ. ഈ തലവേദന എന്ന് ഉദ്ദേശിച്ച് തെറ്റിയിരിക്കേണ്ട, ചെറുപ്പം മുതലുള്ളതാണ് എനിക്ക്. അപ്പോൾ എവിടെയും പോകണ്ടെന്ന് തീരുമാനം എടുത്ത് പിന്നെ 2 ദോശ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. ഉള്ളുവഴി കയറി, അതായത് വാഴവറ്റ എന്ന സ്ഥലമുണ്ട്, വാഴ കൃഷി ചെയ്യുന്ന സ്ഥലം. അതിലൂടെയൊക്കെ കറങ്ങി മേപ്പാടി ഔട്ട് പിടിച്ച്, മേപ്പാടി ഉദ്ദേശിക്കുന്നത് ഉള്ളുവഴിയാണ് കേട്ടോ, നോർമൽ വഴിയല്ല. ഉൾവഴി കയറിയപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. ഈ വഴി ഇനിയും വരും, കാരണം നല്ല മഴയുണ്ട്, അത്യാവശ്യം നല്ല മഴയുണ്ട്, തണുത്ത കാറ്റുണ്ട്, പിന്നെ ഇടിമുഴക്കമുണ്ട്. അങ്ങനെ എന്താ പറയുക, കാലാവസ്ഥ അനുകൂലമല്ല എങ്കിലും കുറച്ച് നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഇതേ കണ്ടു, UK മലയാളീസൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ കുറേ പച്ചപ്പ് നിറഞ്ഞ കുറേ കാഴ്ചകൾ നിങ്ങളെ സമ്മാനിക്കില്ല, അതേപോലത്തെ ഒരു കാഴ്ചയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഈ റൂട്ട് ഇനിയും ഞാൻ വരും, രാവിലെ സൈക്കിളിൽ വന്നാലാണ് അതിൻ്റെ ഒരു മൂടുള്ളത്. റോഡ് ഒത്തിരി മോശമാണ്. ഏതായാലും ഇന്നത്തെ വിശേഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ഇതേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് ആസ്വദിക്കാനാണ് ശരിക്കും. ഇതേപോലെ ഉൾപ്രദേശങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാൽ സാധാരണക്കാർ, അതായത് ടൂറിസ്റ്റുകളൊന്നും വരാത്തൊരു പ്ലേസാണ് ഇതൊക്കെ. ഇത് വാഴവറ്റ എന്ന സ്ഥലമാണ്. ഒരുപാട് വാഴ കൃഷികൾ ചെയ്യണോണ്ടാണെന്ന് എനിക്കറിയില്ല, വാഴവറ്റ എന്നാണ് പേര്. ഞാൻ ഇന്ന് പോയ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാൽ റോഡ്, കുഴിവയൽ റോഡ്, വാഴവറ്റ, തൃക്കൈപ്പറ്റ, അതുകൂടാതെ മാമലക്കുന്ന് എന്ന സ്ഥലത്താണ് കുറേ നേരം ചിലവഴിച്ചത്. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു, കാരണം അവിടെ ഉള്ളവരൊക്കെ തോട്ടത്തിൽ പോയി, വീടുകളിലൊന്നും അധികം ആൾക്കാരില്ല. അപ്പോൾ ഞാൻ പരിധിയിൽ കൂടുതൽ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയോണ്ട് എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ആൾക്കാർക്ക് ഒരു എന്താ പറയുക, ഒരു കള്ളനെ പോലെയൊക്കെ തോന്നിയാലാന്നൊക്കെ തോന്നി എനിക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഒരു ന്യൂസ് കണ്ടിരുന്നു, ഇൻസ്റ്റാഗ്രാം നിർത്തലാക്കാൻ വേണ്ടി പോകണമെന്ന. എന്തായാലും നമുക്ക് വിഷയമില്ല, കാരണം സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം നമ്മൾ കാണുന്നില്ല, നമ്മൾ സ്വയം ആസ്വദിക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി എടുക്കുന്ന വീഡിയോസൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ റൂട്ട് ഒരു ബസ് മാത്രമേ ഉള്ളൂ, അത് മണിക്കൂർ ഇടവിട്ട് അങ്ങോട്ട് ഓടുന്നുണ്ട്. മീനങ്ങാടി അതുകൂടാതെ മേപ്പാടിയിലേക്ക് പോകുന്ന ബസ്സാണത്. ചെറിയൊരു ഗ്രാമാന്തരീക്ഷമാണ്, കംപ്ലീറ്റ് തോട്ടം തൊഴിലാളികളും അതുകൂടാതെ കുറച്ച് വീടുകളൊക്കെ ഉള്ളൂ. ഈ റോഡ് ഞാൻ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് കയറി നോക്കിയതാണ്. ഈ റോഡിലൂടെ ഇനിയും വരേണ്ടി വരും, കാരണം ഇത് അവസാനം ചെല്ലുന്ന ഒരു തടാകത്തിലേക്കാണ്. അപ്പോൾ ഏത് തടാകമെന്ന് എനിക്ക് മനസ്സിലായില്ല, കാരണം നല്ല അത്യാവശ്യം മഴയുണ്ടായിരുന്നു ഇടയ്ക്ക്, നല്ല തണുത്ത കാറ്റ്, അതുകൂടെ ഇടിമുഴക്കമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം നേരം ഞാൻ ചിലവഴിച്ചില്ല, തിരിച്ച് എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ റൂമിലേക്ക് പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത്. വേണ്ട, നല്ല തടാകമാണ്. ഈ തടാകത്തിന് ചുറ്റും നിന്ന് ഒരുപാട് ആൾക്കാർ ഇന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഈ യാത്രക്കിടയിലും ഇഞ്ചി കർഷകനായിട്ടുള്ള ഷാജിനെ പരിചയപ്പെടാൻ പറ്റി, അതും ഒരു സന്തോഷമുള്ള കാര്യമാണ്. നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു. ഇത് മാമലക്കുന്ന് എന്നൊരു സ്ഥലമാണ്, ഇനിയും ഇവിടെ വരേണ്ടി വരും. ഏതായാലും ഇതേപോലത്തെ മനോഹരമായ ഒരു കാഴ്ച നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പറ്റിയെന്നുള്ള സന്തോഷത്താൽ വീഡിയോ നിർത്തുകയാണ്.